ചെറിയ പ്രായത്തിലെ കുട്ടികളെയൊക്കെ വലിയ താരങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രവണതയൊക്കെ ഇന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ വളരെ സജീവമായതുകൊണ്ട് ഒരുപാട് ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടക്കുന്നതുകൊണ്ടും പ്ലാറ്റ്ഫോമുകൾക്കൊന്നും ഒരു കുറവുമില്ല. കുട്ടികളെയൊക്കെ വലിയ രീതിയിൽ അങ്ങ് ആഘോഷിച്ച് അവരെ താരങ്ങളാക്കി അവരൊക്കെ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ആക്കി തീർക്കുകയും പിന്നീട് അത് സസ്റ്റെയിൻ ചെയ്യാതെ വന്ന് അവരുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊന്നും അങ്ങനെ ആയില്ലെന്നും പറഞ്ഞ് നിരാശപ്പെടുന്ന ആൾക്കാരുണ്ട്. ചെറിയ പ്രായത്തിലെ കുട്ടികളെ അമിതമായി പ്രഷർ കൊടുത്ത് പഠിപ്പിച്ച് വലിയ സ്കോളേഴ്സും സയൻറ്റിസ്റ്റും ഒക്കെ ആക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. സാമൂഹ്യ മാധ്യമത്തിൻ്റെയൊക്കെ സാധ്യതകൾ വർദ്ധിച്ചതും നമ്മുടെ നാട്ടിലൊക്കെ ഈ ആഘോഷങ്ങളൊക്കെ ഒരുപാട് കൂടിയതൊക്കെ കാരണം ഒരുപാട് കുട്ടി താരങ്ങൾ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. നമ്മളെവിടെ നോക്കിയാലും കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് കയ്യടി വാങ്ങിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. കുഴപ്പമൊന്നുമില്ല, കൊച്ചുകുട്ടികൾ താരങ്ങളാകുന്നതിൻ്റെ പ്രശ്നമില്ല. പക്ഷേ കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ച് ഈ സമൂഹത്തിൻ്റെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ചെന്ന് ഇതുപോലുള്ള വലിയ കാര്യങ്ങളൊക്കെ കാണിച്ച് ആദ്യം ചെറിയ പ്രായത്തിലെ കയ്യടിയൊക്കെ വാങ്ങിച്ച് പോകുന്ന പല കുട്ടികൾക്കും പിന്നീട് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരികയും അവരുടെ ഭാവി ചെറിയ പ്രായത്തിലുള്ള ആ ഒരു വലിയ ബില്ലിങ്ങിനനുസരിച്ച് ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് മുമ്പോട്ട് പോകാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കേസുകൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് ഇങ്ങനൊരു വിഷയം ഒന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെറിയ പ്രായത്തിലെ വലിയ പ്രതിഭകളുള്ള കുട്ടികളുണ്ട്. അവരെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. അവർ വലിയ ആൾക്കാരെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ കാണിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കുട്ടികൾ പലപ്പോഴും ഈ പൊതുവേദിയിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പൊതുവേദിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ മറ്റുള്ളവർ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ചെസ്സ് കളിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുകയോ ഒക്കെ ചെയ്ത് ഒരു ചെറിയ ലെവലിൽ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചല്ല, പടിപടിയായി പഠിച്ചു വരികയും അധികമൊന്നും പുറത്തോട്ട് എക്സ്പോസ് ചെയ്യാതിരിക്കുന്ന കുട്ടികളെ ഒന്നും ഇത് ബാധിക്കുന്നില്ല. പലപ്പോഴും ഇത് ബാധിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു വലിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയി പെർഫോം ചെയ്യുന്ന ചെറിയ കുട്ടികൾ. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ അത്തരം കുട്ടികളെയൊക്കെ ആദ്യകാലത്ത് ഈ പ്രതിഭയൊക്കെ കാണുമ്പോൾ നമുക്കോ ഇതൊന്നും പറ്റിയില്ല, പിള്ളേരെ കൊണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യിച്ച് കയ്യടി വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പലപ്പോഴും ക്യാരിഡ് അവേ ആകുകയും അവർ സമൂഹത്തിലൊക്കെ എല്ലായിടത്തും കൊണ്ടുപോയി ഇത്തരം കുട്ടികളെ അങ്ങ് ആഘോഷിക്കുകയും ചെയ്യും. ആഘോഷിക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ പലപ്പോഴും ഇടപെടുന്നത് ഒരു അഡൽട്ട് ലോകത്താണ്. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്നൊരു അഡൽട്ടിൻ്റെ സ്വഭാവത്തിലേക്ക് പെട്ടെന്ന് അങ്ങ് മാറുകയാണ്. ഇത് അവരുടെ ചൈൽഡ്ഹുഡ് ഡിപ്രൈവ് ചെയ്യും, അവരുടെ ഒരു ബാല്യത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ബാല്യം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഏരിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘട്ടമാണ്. അവിടെ വേണ്ടതെന്ന് പറയുന്നത് വളരെ ഇന്നസെൻ്റായിട്ടുള്ളൊരു ഹാപ്പിനെസ്സാണ് കുട്ടികൾക്ക് വേണ്ടത്. വളരെ ഇന്നസെൻ്റായിട്ട് ജീവിക്കുക, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ വളരെ സന്തോഷകരമായി ജീവിക്കുക. ആ ജീവിതത്തിൽ അവർക്ക് വേണ്ട മൂല്യങ്ങളും സംസ്കാരങ്ങളും കഴിവുകളും ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും വൈകാരിക തലമൊക്കെ ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു സമയത്താണ് ഇവരെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾക്കായിട്ട് ഇറക്കി കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അവരുടെ ബാല്യം നഷ്ടപ്പെടുകയാണ്. അവർ കൂടുതലും ഒരു അഡൽട്ടിനെ പോലെ ബിഹേവ് ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്നു. ഒരുപാട് അപരിചിതരായ അഡൽട്ട്സുമായിട്ട് അവർക്ക് ബന്ധം വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ആരോഗ്യപരമായ വളർച്ചയ്ക്ക് നല്ലതാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതൊരു തിരിച്ചടിക്കുള്ള സാധ്യതകളായിരിക്കും കൂടുന്നത്. കാരണം അങ്ങനെ മാത്രമല്ല, ഇവരുടെ മേൽ ഒരുപാട് പ്രഷർ വരും. കാരണം ഇവർ കയ്യടി വാങ്ങിക്കുന്നതോറും ഇവർ കൂടുതൽ ആഘോഷിക്കപ്പെടും തോറും കൂടുതൽ പെർഫോം ചെയ്യാനുള്ളൊരു പ്രഷർ അവരിലേക്ക് വരും. ആ പ്രഷറൊന്നും താങ്ങാനുള്ള ഒരു ബേസ് അത്തരം കുഞ്ഞുങ്ങൾക്കില്ല. അത് പേരൻസൊന്നും മനസ്സിലാക്കത്തില്ല, ഇവരെ ആഘോഷിക്കുന്ന സമൂഹം മനസ്സിലാക്കത്തില്ല. ചാനലുകാരെല്ലാം ഇവരുടെ പുറകിന് വരുന്നു, നാട്ടിലെല്ലാം എല്ലാ സ്റ്റേജിലും ഇവരെ കൊണ്ടുപോയി ആഘോഷിക്കുന്നു. അപ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ആഹാരം കഴിക്കാനുള്ള സമയമില്ല, ആരോഗ്യം പരിപാലിക്കാനുള്ള സമയമില്ല, അവരുടെ ശുചിത്വത്തിന് സമയമില്ല, അവരുടെ കളികൾക്ക് സമയമില്ല, അവരുടെ കൊച്ചുകുട്ടികളുമായിട്ടുള്ള സൗഹൃദങ്ങൾക്കോ സ്കൂളിൽ പോകാനോ ഒന്നും ഇവർക്ക് പറ്റാത്ത ഒരവസ്ഥ വരും. ഇത് ഭാവിയിൽ അവർക്ക് വലിയ ദോഷം ചെയ്യാനാണ് സാധ്യത. കാരണം ഇവർ മുതിർന്ന ആൾക്കാരുമായിട്ടൊക്കെയാണ് കൂടുതൽ ഇടപെടുന്നതെന്നുള്ളത് കൊണ്ട് നാളെ ഇവരെ മുതിർന്ന ആൾക്കാർ പലതരത്തിലൊക്കെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഈ ഫെയിമും സ്റ്റാർഡും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ചെറിയ പ്രായത്തിൽ അവർ കാണിക്കുന്ന ഒരു മികവ് അത് ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും ശാസ്ത്രീയമായി ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നല്ലൊരു മെൻറ്ററിൻ്റെയോ കോച്ചിൻ്റെയോ ഗൈഡിൻ്റെയോ ഒന്നും സഹായമൊന്നും എടുക്കാതെ തൽക്കാലം പെർഫോമൻസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് വരുന്നൊരു കുഴപ്പം, ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരികയും അങ്ങനെ
വരുമ്പോഴത്തേക്ക് കുട്ടികൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആകും, പേരൻസ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പലപ്പോഴും ഇത്തരം കുട്ടികൾക്കൊരു അടിസ്ഥാനം ഉണ്ടാവില്ല. അവർ സ്കൂളിലൊക്കെ പോയി കൃത്യമായി ഭാഷ പഠിക്കുകയും കണക്ക് പഠിക്കുകയും സയൻസ് പഠിക്കുകയൊക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ഒരു സാവകാശവും ഒരു സന്തോഷമൊന്നും അവർക്ക് കിട്ടില്ല. കാരണം ഈ അമിതമായി ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്ന കുട്ടികളിൽ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ഈഗോ ഒക്കെ കൂടാനുള്ള, ദേഷ്യമൊക്കെ കൂടാനുള്ള സാധ്യത, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ അവരിൽ കുറയും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങൾ അവർക്ക് വരാം. അതുപോലെ അവർക്കൊരു പ്രോപ്പർ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ, ഇമോഷണൽ, ഫിസിക്കൽ, മെൻ്റൽ, ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റുകൾക്കൊക്കെ തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സ്കൂളിൽ ചെന്നാൽ അവരാരെയും അനുസരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഈ വീഡിയോയിലൂടെ ഇത് പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇല്ലാതെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വളരെ അപൂർവമാണ്. കൂടുതൽ കുട്ടികളുടെയും ജീവിതത്തിൽ ഈ ചെറിയ പ്രായത്തിലെ ഭയങ്കര താരങ്ങളെയൊന്നും പിന്നീട് പലപ്പോഴും കണ്ടിട്ട് പോലുമില്ല. കാരണം അവരൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് അവർ ചുരുങ്ങി ഉണങ്ങി ഒക്കെ പോകാനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ്. മാത്രമല്ല അവർക്ക് നല്ലൊരു ഭാവി കിട്ടാതെ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ചെറിയ പ്രായത്തിൽ കാണിക്കുന്ന ആ ഒരു പ്രിക്കോഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മിടുക്കായിട്ടുള്ള ടാലൻറ്റൊക്കെ പ്രോപ്പറായി വളർത്തിയില്ലെങ്കിൽ അതൊരു ഹയർ ലെവലിൽ ചെല്ലുമ്പോഴത്തേക്ക് അതിനൊരു എക്സലൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. സ്കൂളുകൾക്കൊക്കെ ഇത് തൽക്കാലത്തേക്ക് വളരെ ഇഷ്ടമായിരിക്കും, സമൂഹത്തിന് വളരെ കയ്യടിയൊക്കെ വാങ്ങിക്കാൻ നല്ലതാണ്. പക്ഷേ അവനവൻ്റെ വീട്ടിലുള്ളവരായിരിക്കും നാളെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഇത്തരം കുട്ടികളിലൊക്കെ പിന്നീട് നിരാശയുണ്ടാകുകയും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുകയും വഴിതെറ്റിപ്പോവുക, അഡിക്ഷൻസ് ഉണ്ടാവുക, പിന്നെ മോശപ്പെട്ട ബന്ധങ്ങളിൽ ഒക്കെ ചെന്നുപെടുക, റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ്. പണ്ട് ഒരു നല്ല എക്സാമ്പിൾ ഓർക്കുന്നത് അമേരിക്കയിലെ വളരെ യങ്ങസ്റ്റ് ഡോക്ടറായത് ഒരു ഇന്ത്യക്കാരനായ ഒരു പയ്യനായിരുന്നു. ആന്ധ്രാക്കാരനാണ്. 18-19 വയസ്സിൽ മെഡിക്കൽ ഡോക്ടറായി. അത്ര കണ്ട് സ്പീഡിലാണ് അവൻ്റെ പഠിത്തമൊക്കെ, വലിയ റെക്കോർഡുകളൊക്കെ ഇട്ട്. പക്ഷെ പിന്നീട് കേട്ടത് കല്യാണം കഴിച്ച് ഭാര്യയെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സാഡിസ്റ്റായിട്ടാണ് അറിയപ്പെട്ടത്. പിന്നീട് ജയിലിൽ പോവുകയും ഒക്കെ ചെയ്തതായിട്ടും ഒക്കെ വാർത്തകൾ കണ്ടു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ. കാരണം ഈ ചെറിയ പ്രായത്തിലെ സ്റ്റാർഡം നാളെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരിക, അതിനുള്ള ഫൗണ്ടേഷൻ ഇല്ലാതെ വരുമ്പോൾ ശരിക്കുള്ള പ്രശ്നം ഒരു ചൈൽഡ് പ്രോപ്പറായി ഡെവലപ്പ് ചെയ്ത് ഒരു ഹാപ്പി ചൈൽഡായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ഒരു നല്ല ടീനേജിലൂടെ കടന്നു പോവുകയും ആ സമയത്തെല്ലാം അവരിൽ ഉണ്ടാവേണ്ട സോഷ്യൽ കണക്ഷൻസ്, അതുപോലെ തന്നെ ഇമോഷണലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതുപോലെ സൈക്കോളജിക്കൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ഫ്രണ്ട്ഷിപ്പ്, വിദ്യാഭ്യാസപരമായ ഡെവലപ്മെൻറ്റ്, ഇതിൻ്റെ എല്ലാം ഒരു ആകെത്തുകയാണ് ഒരു സ്ട്രോങ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. പക്ഷെ അത് കിട്ടാനുള്ള ചാൻസ് ഇത്തരം കുട്ടികളിൽ ഇല്ലാതെ വരും. അതുപോലെ അമിതമായ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് പിന്നീട് അവരെ ഹോണ്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഇത്തരം കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇന്ന് അത്തരം കുട്ടികളുടെയൊക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഒരുപാട് കുട്ടികളാണ് ഈ റീലുകളൊക്കെ ചെയ്ത് ചെറിയ പ്രായത്തിലെ വലിയ താരങ്ങളൊക്കെ ആകാൻ ശ്രമിക്കുകയും പിന്നീട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു, രോഗികളായി തീരുന്നു, ആത്മഹത്യയിലേക്ക് പോകുന്നു, പിന്നെ വഴിതെറ്റുന്നു, ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അമിതമായി കേൾക്കുന്നതുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഈ ഒരു വീഡിയോ പേരൻസിൻ്റെ ഒരു അറിവിലേക്കും സമൂഹത്തിൻ്റെ ഒരു അറിവിലേക്കും തന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ ധാരാളം ഡേറ്റകൾ, വിദേശ രാജ്യത്തൊക്കെ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമയിലും ഒക്കെ ചെറിയ പ്രായത്തിൽ അഭിനയിക്കാൻ പോയ കുട്ടികൾക്ക് പിന്നീടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും നമ്മൾ പലരെയും കണ്ടു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിലൊക്കെ വലിയ ആളാകുമെന്നൊക്കെ പ്രവചിച്ച പലരും പിന്നീട് ഒന്നും ആകാതെ പോയ ഒത്തിരി കേസുകൾ നമുക്കറിയാം. അങ്ങനെ ഉള്ള അവസ്ഥകൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. നല്ല ആരോഗ്യപരമായി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക. കുട്ടികളെ താരങ്ങളാക്കി തൽക്കാലത്തെ കയ്യടിക്ക് വേണ്ടി ഒരുക്കി അവരെ നശിപ്പിക്കാതെ അവർക്കൊരു ഉന്നതമായ സാധ്യതയുണ്ട്, സസ്റ്റൈനബിളായിട്ടുള്ളൊരു ഭാവിയുണ്ട്. അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് മാതാപിതാക്കളും എല്ലാവരും അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കേണ്ടത്. കുട്ടികളെ ആഘോഷിച്ച് കരിച്ചു കളയരുത് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഇത് തീർച്ചയായിട്ടും സമൂഹത്തിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം ചർച്ചകളും ഇത്തരം വീഡിയോസും ഒക്കെ സമൂഹത്തിൽ വളരെ ആവശ്യമുള്ളതായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ഓർമ്മിപ്പിക്കുക. ചെറിയ പ്രായത്തിലെ ഒരുപാട് പ്രഷർ കുട്ടികളിലേക്ക് കൊടുത്ത് കുട്ടികളെ നശിപ്പിക്കുന്ന മറ്റ് പേരൻസും ഉണ്ട്. ചെറിയ പ്രായത്തിലെ അവരെ ഓവറായിട്ട് പഠിപ്പിച്ച് മാർക്കൊക്കെ വാങ്ങിച്ച് അതും ഇതേ ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വളർന്നു വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ശരിയല്ലാഞ്ഞതുകൊണ്ട്, ഒരു സമഗ്രത ഇല്ലാത്തതുകൊണ്ട്, പിന്നെ തല മാത്രം വളർത്തി ബാക്കിയെല്ലാം ഒരുമാതിരി മെലിഞ്ഞിരിക്കുന്ന
ഒരു കോലമായി പല കുട്ടികളെയും വളർത്തി നശിപ്പിച്ച കേസുകളുണ്ട്. അവർക്കും ഈ ഒരു വീഡിയോ പിന്നെ പ്രാധാന്യത്തോടെ കേൾക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊന്നും ഇങ്ങനെ ആയില്ലല്ലോ, മറ്റു കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നൊക്കെ നിരാശപ്പെടുന്ന മാതാപിതാക്കളും ഒത്തിരി ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഗാന്ധിജി കുട്ടിക്കാലത്തൊരു പ്രതിഭയല്ലായിരുന്നു, സുന്ദർ പിച്ചെ ഒരു പ്രതിഭയൊന്നും ആയിരുന്നില്ല, പിന്നെ സ്വാമി വിവേകാനന്ദൻ കുട്ടിക്കാലത്ത് ഭയങ്കര വികൃതിയായിരുന്നു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ സാധാരണ കുട്ടികളെ പോലെ ജീവിക്കുന്നവരാണ് പിന്നീട് വലിയ പ്രതിഭകളായിട്ടുള്ളതും പിന്നീട് വലിയ കോൺട്രിബ്യൂഷൻസ് സമൂഹത്തിൽ കൊടുത്തിട്ടുള്ളതും. തോമസ് ആൽവ എഡിസൻ്റെ, ഐൻസ്റ്റീൻ്റെ ഒക്കെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇന്നും വളരെ സാധാരണക്കാരായി നിന്ന പലരുമാണ് പിന്നീട് വലിയൊരു സസ്റ്റൈനബിൾ എക്സലൻസിലേക്ക് പോയിട്ടുള്ളത്. പലപ്പോഴും ഈ ചെറുപ്പകാലത്ത് കാണിക്കുന്ന അമിത പ്രതിഭ പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഡിപ്രഷനും മറ്റും പലരെയും ബാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ളൊരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. നല്ല സന്തോഷകരമായ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് എല്ലാ കുട്ടികളും അർഹിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളുടെയും അവകാശമാണ്. അത് ഉറപ്പ് കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു ഓൾ. ഹാപ്പി ലിവിങ്.